ഹാപ്പി ഓണം. നമ്മളിവിടെ പൂവ് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി റോസും പിന്നെ ഈ ജമന്തിയും ഇതാക്കി. അത് നമുക്ക് തലയിൽ വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ വാസുവാണ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഓണത്തിന് നമ്മൾ സദ്യ ആക്ച്വലി ഞാൻ ഈ ഓണത്തിന് കുക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് വി ആർ ഗോയിങ് ടു മൈ സിസ്റ്റേഴ്സ് പ്ലേസ്. അവിടെ UP-യിലാണ്. ഷീ ഈസ് ദെയർ. അപ്പോൾ ഞാൻ സദ്യ വാങ്ങിക്കൊണ്ട് പോവാണ്. ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വി വോണ്ട് റീച്ച് ദെയർ ഓൺ ടൈം. അങ്ങനെ ഞാനും വാസും കൂടെ ഫുള്ള് ഇളക്കി. വാസുവാണ് എനിക്ക് പണ്ടോട്ടേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് സ്പെഷ്യൽ കോൾഡ് കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിഷേക് ഞാൻ സ്വന്തമായിട്ട് വാസു ഒരു മിനിറ്റ് തറ വീഴുകണ്ണ. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലൊന്നും എത്ര ടേസ്റ്റ് വരില്ല, എസ്പെഷ്യലി കോൾഡ് കോഫി. അഭിഷേകിൻ്റെ ഒരു സ്പെഷ്യൽ കോൺകോക്ഷനൊക്കെ ഉണ്ടാക്കി തരും. സോ താങ്ക് യു ബുബു. അപ്പോൾ പണ്ടോട്ട് എനിക്ക് വാസു 2 വയസ്സുള്ളപ്പോൾ തൊട്ട് തന്നെ അവനിങ്ങനെ ഗ്രീൻ പീസൊക്കെ പീൽ ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ അവനെ പണ്ടോട്ടേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പം ഫ്ലവേഴ്സും അവനാണ് എനിക്ക് ഫുൾ പിച്ച് തന്നിട്ട് റോസ് കട്ട് ചെയ്തു, അതെല്ലാം അവൻ ചെയ്തു. അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ കാര്യത്തിലൊക്കെ. ചെയ്ത് വന്നപ്പോൾ അവന് ഇച്ചിരി ഇട്ട് വന്നപ്പോഴത്തേക്കും അവൻ ആ ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. കാരണം ഓറഞ്ച് ഫ്ലവർ ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പോൾ ഡിസൈനിൽ ലാസ്റ്റ് ഒരു പെർഫെക്ഷൻ വന്നില്ല നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും. പക്ഷെ എന്നാലും ഇറ്റ് വാസ് നെവർദലെസ് മൈ ഫസ്റ്റ് പൂക്കളം വിത്ത് മൈ സൺ ആൻഡ് ഡ്രീം കം ട്രൂ. കുറച്ചുകൂടി ഈ സൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിപ്പൂക്കളം. പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് സംതിങ് ആൻഡ് ഐ എം ഹാപ്പി. അപ്പോൾ നമ്മൾ റെഡിയായി, പൂക്കളമൊക്കെ ഇട്ടു. പൂവാണ്. ഇനി ബാക്കി വിശേഷം അവിടെ ചെന്ന് കാണിക്കാം. ബൈ. പൂവാണ്. ഇതാണ് അഭിഷേക് ഡ്രസ്സ്, ഇത് വാസന ഡ്രസ്സ്, ഇത് ബേബിയുടെ ഡ്രസ്സ്. ഇതെല്ലാം നമ്മൾ ഷോപ്പ് ചെയ്തതാണ്. ഹാപ്പി ഓണം. ഇതാണ് റിയാലിറ്റി ഓഫ് ട്രാവലിംഗ് വിത്ത് ചിൽഡ്രൻ. എല്ലാം പൊട്ടും എല്ലാം ഇട്ട് ഞാൻ ഒരുങ്ങി. ഇപ്പോൾ ഈ കോലത്തിലായി. ഇനി അവിടെ എത്തുമ്പോൾ ഇതുപോലെ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വേറൊരു കാര്യം തന്നെ, നമ്മൾ ആദ്യം മസ്റ്റേർഡ് മലബാറിൻ്റെ കടയിൽ ബുക്ക് ചെയ്തിരുന്നു നമ്മുടെ ഫുഡ്. അപ്പം ഞാൻ ഇന്നലെ 3 തവണ അവർ വിളിച്ച് ചോദിച്ചു, കൺഫേം ചെയ്തു. എന്നിട്ടാണ് അവർക്ക് ഞാൻ പറഞ്ഞത് പാഴ്സൽ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവും എന്നാണ് ഹിന്ദിയിലാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇന്ന് ചെന്നപ്പോഴത്തേക്ക് അത് ആരാണ് വിളിച്ചെന്ന് അവർ പറഞ്ഞു, അയ്യോ പാഴ്സൽ പറ്റില്ല, ഇപ്പോൾ പാഴ്സൽ അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞു ആരും സംസാരിച്ചു. അത് ആരും സംസാരിച്ചു, അവർ വിളിക്കാൻ പറഞ്ഞു. അവർ ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ 5 തവണ അവരെ വിളിച്ചു. എന്നിട്ട് അവരെടുത്തില്ല. എന്നിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ തരാം, പക്ഷെ പാഴ്സലായിട്ടില്ല. ഞാൻ പറഞ്ഞു പാഴ്സലുണ്ട് എന്നുള്ള പ്ലാനിലാണ് നമ്മളിവിടെ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ എൻ്റയർ ഒരു ക്യാബ് ബുക്ക് ചെയ്തു, എല്ലാം പോകാനെല്ലാം പ്രിപ്പയർ ചെയ്തു. നമ്മൾ എത്തിയിട്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. അവിടെ ഇരുന്നൊരു മലയാളി ആൾ പറഞ്ഞു വേണമെങ്കിൽ ഇവിടെ ഇരുന്നോളൂ കഴിക്കാൻ. ഇവനെ ഇരിക്കാനല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെ പോകണം. അപ്പോൾ അവിടത്തേക്ക് സദ്യ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ക്യാബൊക്കെ ബുക്ക് ചെയ്തത്. അങ്ങനെ വലിയ എനിക്ക് നല്ല ദേഷ്യമായി. നമ്മൾ കുറേ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അവർ ആദ്യം എന്താ തരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ചെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇല്ല തരില്ല, ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ഭയങ്കര റൂഡായിരുന്നു. അവിടുന്ന് വിഷം ഞാൻ റൂയിൻ മൈ ഓണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് പക്ഷെ പിന്നെ നമുക്ക് ഭാഗ്യത്തിന് വേറൊരു ഹോട്ടലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവരോട് വന്നാൽ മതി. കുറേ ഹോട്ടലിൽ വിളിച്ചു, അവരൊന്നും ഇല്ല. ലാസ്റ്റ് മിനിറ്റ് ഈ വിളിച്ചു ചോദിക്കുമ്പം ആരും നമുക്ക് തരില്ലല്ലോ. പക്ഷെ ലാസ്റ്റ് അവസാനം ഒരു ഹോട്ടലിൽ വിളിച്ചു. അങ്ങനെ അവർ പറഞ്ഞു വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നമ്മൾ എടുത്തു. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഒരു 45-50 മിനിറ്റ്സിലൊക്കെ എത്തിയിട്ട് വേണം കഴിക്കാൻ. കുഞ്ഞുങ്ങൾക്ക് വിശന്നു. അപ്പോൾ അവർ പോപ്കോണൊക്കെ കഴിച്ചു. ഞാനും അഭിഷേകം ഇങ്ങനെ ഇരിക്കണം. പക്ഷേ വർക്ക് ചെയ്യുവാണ് കാറിയിരുന്നത്. ഇനി അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പം എൻ്റെ കോലം ഞാൻ കാണിച്ചാണ്. കാണാം പൊട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ പൊട്ടുമില്ല, ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയിലായി.
ഒന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാം, ബിക്കോസ് എന്താണ്, ഓണം ഹാസ് ബിൻ ഇവൻറ്റ്ഫുൾ ടുഡേ ദിസ് ഇയർ. കാരണം നമ്മൾ ആ ക്യാബ് ബുക്ക് ചെയ്ത് വേറെ ലൊക്കേഷനായിപ്പോയി. അങ്ങനെ ആ ലൊക്കേഷനിലുള്ള ക്യാബ് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് യു പിയിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു ക്യാബിൽ കയറി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതിനെല്ലാം 4 മണിയാവും ഇപ്പോൾ അവിടെ എത്തുമ്പോൾ. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഇസ് ഹാപ്പനിങ് ബൈ ഗോഡ്സ് ഗ്രേസ്. പിന്നെന്താ പറയുള്ളത്, പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയണ്ട, ഞാൻ പിന്നെ പറയാം. ഇവിടെ ഓണസദ്യ ഇവിടെ റെഡിയായി കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരാൾ വന്നു, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ്. ഇതാണ് ഓണസദ്യ. അങ്ങനെ എത്രയും കടം നമ്മൾ ഓണസദ്യ ഇവിടെ എത്തിച്ചിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കഴിക്കുന്ന ടൈമാണ്. സോ നമ്മളിവിടെ പ്ലേ ഏരിയയിൽ വന്നു, മോളിൽ. ആൻഡ് നാരായണനും വാസുവും മാഡിൻ്റെ കൂടെ കളിക്കുക. കുറച്ചുകൂടിയൊക്കെ നേരം നിന്നാൽ അവർ എല്ലാവരും ഒന്ന് ഇതായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇത് മറ്റേ വീഡിയോ കഴിഞ്ഞു. അന്ന് രാത്രി നമ്മൾ തിരിച്ചു വന്നപ്പോൾ ക്യാബ് ഇച്ചിരി എനിക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നി, ക്യാബ് ഡ്രൈവർ. ബിക്കോസ് ഹി വാസ് റിയലി ഇങ്ങനെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത മാതിരി എനിക്ക് തോന്നി. ഫസ്റ്റ് ടോളൊക്കെ അൺനെസസറി നമ്മളിൽ നിന്ന് ചാർജ് ചെയ്തു. പിന്നെ അല്ലാണ്ട് തന്നെ അയാൾ റൈഡ്, അഭിഷേൻ്റെ ഫോണിൻ്റെ ബാറ്ററി എൻഡായെന്ന് അറിഞ്ഞിട്ട് പിന്നെ അയാൾ റൈഡ് ക്ലോസ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾക്ക് പിന്നെ ഓലാന്ന് കോൾ വന്നിട്ട് പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങളുടെ റൈഡ് ഇത്രയും രൂപ എക്സ്ട്രാ കൊടുക്കണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാൾ ഹി വാസ് ട്രൈങ് ടു ലിറ്റിൽ ബിറ്റ് ഓഫ് എനിക്കൊരു ബാഡ് വൈബ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് ആളുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു, ഇൻ കേസ് ഇഫ് തേഴ്സ് എനി ലൈവ് ലൊക്കേഷനൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും വീടെത്തിയപ്പോൾ 10 o'clock ആയി. പിന്നെ വീട്ടിൽ വന്ന് എല്ലാം ചെയ്ത് കിടന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയതാണ്, ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നാളെ കാണിക്കാം. ഇത് നമ്മുടെ പാസ്റ്റ് വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങൾ ഇന്ന് കാണുന്ന വീഡിയോയിലായിരിക്കും ഇതുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും see you tomorrow. Bye.